ഹായ് ഹലോ, ഇന്നൊരു തക്കാളി കറിയാണ് തയ്യാറാക്കുന്നത്. തേങ്ങാപ്പാലൊഴിച്ച് എളുപ്പം തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ്. തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഒന്ന് അരിഞ്ഞു വെക്കണം. ഒരു പാത്രത്തിലേക്ക് തക്കാളി അരിഞ്ഞതിട്ടു, സവാളയും പച്ചമുളകും ചേർത്തു, ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതിടാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അത് മിക്സ് ചെയ്ത് വെച്ചു. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം അത് വേവിച്ചെടുക്കാം. അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയും കൊടുക്കണം. അതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഒന്നുകൂടി അടച്ചു വെക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. കട്ടിയുള്ള തേങ്ങാപ്പാൽ 1.5 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കണം. തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതിയാവും. അല്പം ഉപ്പ് കൂടി കുറവുണ്ടായിരുന്നു, അതും കൂടി ചേർത്തു. കറി അങ്ങനെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് വറുത്താണ് ചേർക്കേണ്ടത്. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1/2 ടീസ്പൂൺ കടുക് ഇട്ടു. അതിലേക്ക് അല്പം ഉലുവ കൂടി ചേർക്കാം. ഇനി അതിലേക്ക് കൊച്ചുള്ളി അരിഞ്ഞതാണ് ഇട്ടത്. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മുളകും കറിവേപ്പിലയും ചേർക്കാം. ഞാൻ വറുത്തത് കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. 3-4 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഇളക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി തേങ്ങാപ്പാൽ കറി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും താങ്ക്സ്. ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. താങ്ക് യു.